സ്വാഗതം ടോപ് 10ലേക്ക്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ രാജ്യം ഇന്ന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചപ്പോൾ കനലായെരിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ പടിയടച്ചു പുറത്താക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് തയ്യാറെടുക്കുന്നു. ഭരണത്തിൽ 10 വർഷം CPM പൂർത്തിയാക്കുമ്പോൾ ദുർദശയാണ് പാർട്ടിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി, ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിലും CPM നേതാക്കൾ പ്രതിപട്ടികയിലെത്തിയത്, ഇതൊക്കെ ചെറുതായിട്ടൊന്നുമല്ല ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. ഏറ്റവും ഒടുവിൽ കൂനിന്മേൽ കുരുപോലെ കത്തിക്കയറുകയാണ് ഫണ്ട് തിരിമറി വിവാദവും. ഇതെല്ലാം കൂട്ടിപ്പറക്കി നെഞ്ചത്ത് കയറി പൊങ്കാലയിടുന്ന പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ വിട്ടിലേക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാസ്റ്റർ ബ്രെയിൻ പ്രവർത്തിച്ചു തുടങ്ങി. കോൺഗ്രസുമായി തുടർച്ചയായി നീരസത്തിൽ തുടരുന്ന ശശി തരൂരിനെയും ഒപ്പം സമാന മനസ്കരെയും ഒക്കെ അടർത്തിയെടുക്കാനാണ് CPM നീക്കം. കേരള രാഷ്ട്രീയത്തിൽ കൗതുകങ്ങൾ ഏറുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകൾ. പത്മ പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ. ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ. ആലപ്പുഴയിലെ പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്കും കലാമണ്ഡലം വിമല മേനോനും പത്മശ്രീ. ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. സംഘർഷഭരിതമായ ലോകത്തിൽ ഇന്ത്യ സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗുണനിലവാരം ഉറപ്പാക്കിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ രാജ്യത്തെ വ്യവസായികളോടും സ്റ്റാർട്ടപ്പുകളോടും ആഹ്വാനം ചെയ്ത് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിൽ പ്രതീക്ഷ പങ്കുവച്ച് പ്രധാനമന്ത്രി. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറിയിലെ വെളിപ്പെടുത്തലിൽ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തേക്ക്. കടുത്ത അച്ചടക്ക ലംഘനമെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. തിങ്കളാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം. നിലപാടിൽ ഉറച്ചു തന്നെയെന്നും CPM ഇങ്ങനെ പോകുന്നത് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അപകടമെന്നും V കുഞ്ഞികൃഷ്ണൻ. കോൺഗ്രസുമായി അതൃപ്തിയിൽ തുടരുന്ന ശശി തരൂരിനെ ഒപ്പം നിർത്താൻ CPM നീക്കം. മുഖ്യമന്ത്രിക്ക് അടുപ്പമുള്ള വ്യവസായിയുമായി ദുബായിൽ നിർണായക ചർച്ചകൾ. അറിയാത്ത വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് VD സതീശൻ. അനുനയ നീക്കവുമായി PS ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്ത്. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരണമെന്ന് ബന്ധുക്കൾ. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ യുവാവ് മരിച്ചതിൽ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ്. ബിസ്മീർ ശ്വാസമെടുക്കാനാകാതെ ആശുപത്രി വരാന്തയിൽ പിടയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ശമ്പള വർധനമടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 2 മുതൽ സമരം ശക്തമാക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. OP അടക്കം ബഹിഷ്കരിക്കാൻ നീക്കം. അതിവേഗ പാതയിൽ ഒരേ സ്വരവുമായി ഭരണ പ്രതിപക്ഷങ്ങൾ. വ്യക്തമായ നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ലെന്ന മന്ത്രി K രാജൻ. സിൽവർ ലൈന് ബദലുകൾ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് VD സതീശൻ. കേരളത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഉതകുന്ന ഗതാഗത സൗകര്യങ്ങൾ വേണമെന്ന് MV ഗോവിന്ദൻ. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചെയ്താൽ. അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതല്ല. RSS ചെയ്തുവോ BJP ചെയ്തുവോ ഏത് പൂനായി പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കോപ്പുമില്ല. ദേവികുളം മുൻ MLA S രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി M.M. മണി. പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ തന്നെയാണെങ്കിലും തല്ലിക്കൊല്ലണമെന്ന് മണി. രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നും പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും ചെയ്യിക്കരുതെന്നും മണി. Goodness me. Here we go again. Oh, let's go down the wicket. What's good enough for me? It is good enough for me. ഗുവാഹത്തി T20യിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റിന്റെ മിന്നും ജയം. 154 റൺസ് വിജയലക്ഷ്യം 10 ഓവറിൽ മറികടന്നു. 14 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി തികച്ച് അഭിഷേക് ശർമ്മ. യുവരാജ് സിംഗിന്റെ റെക്കോർഡിനൊപ്പം സൂര്യകുമാറിനും അർദ്ധ സെഞ്ചുറി. സഞ്ജു സാംസൺ ആദ്യ പന്തിൽ പുറത്ത്. ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ.
കർഷകർക്ക് 90% സബ്സിഡിയുള്ള യൂറിയ വിതരണത്തിൽ അനാവശ്യ നിബന്ധനകളുമായി വളക്കമ്പനികളും സഹകരണ സംഘങ്ങളും. യൂറിയയ്ക്കൊപ്പം കൃഷിക്ക് വേണ്ടാത്ത മറ്റുൽപ്പന്നങ്ങളും വാങ്ങണമെന്ന് വാശി. കുട്ടനാട്ടിൽ യൂറിയ വിതരണം പ്രതിസന്ധിയിൽ. സ്റ്റോറി ഓഫ് ദ ഡേ: പരിസ്ഥിതി പ്രേമത്തിന് പത്മ പുരസ്കാരം. പത്മ പുരസ്കാര നിറവിലാണ് മലയാളം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ ലഭിച്ചു. മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. പത്മവിഭൂഷൺ ലഭിച്ച 5 പേരിൽ 3 പേരും മലയാളികളാണ്. CPM-ന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നത്. ജന്മഭൂമിയുടെ സ്ഥാപക പത്രാധിപരും എഴുത്തുകാരനും ആദ്യകാല RSS പ്രചാരകനുമായ P നാരായണനെ തേടി സാഹിത്യ വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ എത്തിയത്. നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തുമുള്ള മികവിനാണ് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. കൂടാതെ ബോളിവുഡ് രംഗത്തെ ഹീമാൻ എന്നറിയപ്പെടുന്ന നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായും കലാരംഗത്തെ മികവിന് ക്ലാസിക്കൽ വയലിനിസ്റ്റ് N രാജവും പത്മവിഭൂഷണ് അർഹരായി. കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെയും സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും പത്മഭൂഷൺ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തു. നൃത്തരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് കലാമണ്ഡലം വിമല മേനോനെയും അൺസങ് ഹീറോസ് പട്ടികയിൽ ഉൾപ്പെടുത്തി പരിസ്ഥിതി പ്രവർത്തകയും കേരളത്തിന്റെ വനമുത്തശ്ശി എന്നറിയപ്പെടുന്ന ദേവിക അമ്മയെയും പത്മശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. കായിക ലോകത്ത് നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയെയും JNU മുൻ വൈസ് ചാൻസലർ ജഗദീഷ് കുമാറിനെയും പത്മശ്രീക്ക് അർഹരാക്കി. നീലഗിരിയിലെ കുറുമ്പ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ചിത്രകാരൻ R കൃഷ്ണന് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ ലഭിച്ചു. ഇത്തവണത്തെ പത്മശ്രീ പട്ടികയിൽ 45 പേരാണ് അൺസങ് ഹീറോസ് വിഭാഗത്തിൽ ഇടം പിടിച്ചത്. കർണാടകയിൽ നിന്നുള്ള അങ്കെ ഗൌഡ, മഹാരാഷ്ട്രയിലെ ആർമിഡ ഫെർണാണ്ടസ് തുടങ്ങിയവരും പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായവരിൽ ഉൾപ്പെടുന്നു. പ്രമുഖ ഗായിക അൽക്ക യാഗ്നി, മുൻ ടെന്നീസ് താരം വിജയ് അമൃതരാജ് എന്നിവർക്കും പത്മഭൂഷൺ ലഭിച്ചു. ഇവർക്കൊപ്പം മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ, പ്രമുഖ പരസ്യകർത്താവ് പീയൂഷ് പാണ്ഡെ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായും കോട്ടക് മഹീന്ദ്ര ബാങ്ക് സ്ഥാപകൻ ഉദയ് കോട്ടക്, മഹാരാഷ്ട്ര മുൻ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി എന്നിവരും പത്മഭൂഷൺ പട്ടികയിലുണ്ട്. 5 പേർക്ക് പത്മവിഭൂഷണും 13 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. ഈ വർഷം 5 പേർക്ക് പത്മവിഭൂഷണും 13 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. വിവിധ മേഖലകളിൽ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ മുൻനിർത്തിയാണ് പ്രമുഖ വ്യക്തിത്വങ്ങളെ പത്മ പുരസ്കാരം നൽകി രാജ്യം ആദരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ജസ്റ്റിസ് KT തോമസ്. ഉച്ചയോടെയാണ് അവാർഡിന്റെ കാര്യം ഡൽഹിയിൽ നിന്ന് അറിഞ്ഞത്. ആരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഫോണിൽ വിളിച്ച് ആശംസ അറിയിച്ചു. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ നേരിട്ട് പോയി അവാർഡ് വാങ്ങാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ന് 12 മണിക്ക് മുമ്പ് ഇങ്ങനൊരു കാര്യം എനിക്ക് വരുമെന്ന് ഞാൻ വിദൂരമായി പോലും പ്രതീക്ഷിച്ചില്ല. ഈവൻ പത്മഭൂഷൺ തരുന്ന സമയത്തും ഞാൻ പ്രതീക്ഷിക്കാതെയാണ്. ഇത് ആരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്റെ പേര്. പക്ഷെ ഞാൻ പിന്നെ അറിഞ്ഞ ആരാന്ന് അത് ഞാൻ പറയില്ല. അല്ല, ഇത് ക്യാബിനറ്റ് ഡിസിഷനാണ്. പത്മഭൂഷൺ വാങ്ങിക്കാൻ പോയിരുന്നു. ഇപ്പൊ എനിക്ക് യാത്ര ചെയ്യാൻ മേല കേട്ടോ. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകനും മുഖ്യ പത്രാധിപരുമായിരുന്ന P നാരായണന് രാഷ്ട്രം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. അഹോരാത്രം രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി പ്രയത്നിക്കുന്ന ലക്ഷോപലക്ഷം സംഘ സ്വയം സേവകർക്കും ജീവിതത്തിന്റെ 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ച ജന്മഭൂമി ദിനപത്രത്തിനും ഈ പുരസ്കാരം സമർപ്പിക്കുകയാണെന്ന് P നാരായണൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന RSS പ്രവർത്തകരിലൊരാളായ P നാരായണൻ BJPയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി, ദേശീയ നിർവാഹക സമിതി അംഗം തുടങ്ങിയ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 10ഓളം പുസ്തകങ്ങളും 100ലധികം പുസ്തകങ്ങളുടെ വിവർത്തനങ്ങളും ചെയ്തു. 90 വയസ്സിലെത്തി നിൽക്കുന്ന വേളയിൽ ലഭിക്കുന്ന ബഹുമതി അത്യന്തം വിനയത്തോടെ സ്വീകരിക്കുന്നതായി P നാരായണൻ പറഞ്ഞു. മുഴുവൻ സമയ പ്രവർത്തനമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അങ്ങനെ ഈ 2 വിഭിന്ന ധ്രുവങ്ങളിൽ നിന്നിട്ടുള്ള ആളുകൾക്ക് ഈ അവാർഡ് കിട്ടി എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു.
സംഘപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കുമിടയിൽ നാരായൺജി എന്ന പേരിൽ സുപരിചിതനായ പി നാരായണൻ 1936 മെയ് 28 തൊടുപുഴ താലൂക്കിലെ മണക്കാട് ഗ്രാമത്തിലാണ് ജനിച്ചത്. കോളേജ് പഠനകാലത്ത് ഒരു സുഹൃത്തു വഴിയാണ് അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലേക്ക് എത്തുന്നത്. 1957 ബിരുദം നേടിയ ശേഷം കുറച്ചുകാലം സ്വന്തം നാടായ മണക്കാട്ടെ NSS ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കിയെങ്കിലും പിന്നീട് RSS പ്രചാരകനായി ഗുരുവായൂരിലേക്ക് പോയി. ജനസംഘത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ജന്മഭൂമി പത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജന്മഭൂമിയുടെ പത്രാധിപരായി 1992 മുതൽ 2000 വരെ മുഖ്യ പത്രാധിപരായും സേവനമനുഷ്ഠിച്ചു. 1993 BJP സംസ്ഥാന അധ്യക്ഷനാകാൻ പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ആ പദവി നിരസിച്ചു. എറണാകുളം മുളവുകാട് മഠത്തിൽ കുടുംബാംഗമായ MA രാജേശ്വരിയാണ് ഭാര്യ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മനു നാരായണൻ, അമൃത TV മുൻ റിപ്പോർട്ടർ അനു നാരായണൻ എന്നിവർ മക്കളാണ്. അമൃത ന്യൂസ്, ഇടുക്കി. പത്മഭൂഷൺ പുരസ്കാര നേട്ടത്തിൽ ഒന്നും പറയാനില്ല എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരുപാട് പേർ നല്ലത് പറയുന്നു, ഒരുപാട് പേർ ചീത്തയും പറയുന്നു. ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് സമുദായത്തിൽ നിന്ന് മുന്നോട്ട് പോകും. മമ്മൂട്ടിക്കും എനിക്കും അവാർഡ് കിട്ടി. ഞാനും മമ്മൂട്ടിയും ഒരേ മാസത്തിൽ ജനിച്ചവരാണ്. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമെന്നും ജനങ്ങൾ തന്നതാണ് അവാർഡെന്നും അവാർഡ് ഗുരുവിന് സമർപ്പിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഞാൻ വളരെ സർപ്രൈസ് ആയിപ്പോൾ ഇങ്ങനെ മാവേലിക്ക് നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്പം മുമ്പ് ഇങ്ങനെ TV കണ്ടത് ഒരാൾ വിളിച്ചു പറഞ്ഞ് ഞാനാകെ അന്തമുട്ട്. കാരണം ഇതൊക്കെ അർഹതയുണ്ടോ ഇല്ലയെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി ഞാൻ വേണ്ടത്ര അറിവുള്ളവരല്ല. അതും മാത്രമല്ല, ഇതെല്ലാം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിന് 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു സായുധ സേനാംഗങ്ങൾക്ക് വീരസൈനിക ബഹുമതികൾ പ്രഖ്യാപിച്ചു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര നൽകി ആദരിച്ചു. മലയാളിയായ ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ അടക്കം 3 പേർക്ക് കീർത്തിചക്രയും ലഭിച്ചു. പായ്വഞ്ചിയിൽ സാഹസികമായി ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽനയ്ക്കും പുതുശ്ശേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ A രൂപയ്ക്കും ശൗര്യചക്രയുമുണ്ട്. സായുധസേനയിലെ 13 പേർക്കാണ് ശൗര്യചക്ര. വീരമൃത്യു വരിച്ച 6 പേരുൾപ്പെടെ 70 പേർക്കാണ് വീരസൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും പ്രഖ്യാപിച്ചു. കേരള പോലീസിൽ നിന്ന് SP ഷാനവാസ് അബ്ദുൾ സാഹിബിന് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചു. കേരള ഫയർ സർവീസിൽ നിന്ന് രാജേന്ദ്രനാഥിന് വിശിഷ്ട സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. മികച്ച സേവനത്തിന് കേരളത്തിൽ നിന്നുള്ള 10 പോലീസ് ഉദ്യോഗസ്ഥർക്കും കേരള ഫയർഫോഴ്സിലെ 3 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിലെ 4 ഉദ്യോഗസ്ഥർക്കും മെഡൽ ലഭിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് ഡയറക്ടർമാരായ IB റാണി, KV ശ്രീജേഷ് എന്നിവർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നേട്ടമുണ്ടായി. ആകെ 928 പേർക്കാണ് മെഡൽ ലഭിച്ചത്. സ്ത്രീ ശാക്തീകരണം, ലിംഗസമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഇന്ത്യൻ സ്ത്രീകൾ സ്റ്റീരിയോ ടൈപ്പുകൾ തകർക്കുകയും കൃഷി, ബഹിരാകാശം, കായികം, സൈന്യം തുടങ്ങി രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഓർഗാനിക് കൃഷി പ്രോത്സാഹിപ്പിക്കുക, നവീകരണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുക എന്നിവ ഇന്ത്യയുടെ ഭാവി വളർച്ചയുടെ പ്രധാന തൂണുകളെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. परिचय दे रहे हैं। मतदान में महिलाओं की बढ़ती हुई भागीदारी हमारे गणतंत्र का एक शक्तिशाली आयाम है। महिलाओं का सक्रिय और समर्थ होना देश के विकास के लिए अत्यंत महत्वपूर्ण है। उनके स्वास्थ्य, शिक्षा, सुरक्षा और आर्थिक सशक्तिकरण हेतु किए जा रहे राष्ट्रीय प्रयासों से अनेक क्षेत्रों में महिलाओं की भागीदारी बढ़ी है। 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യ തലസ്ഥാനം. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ എന്നിവരാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥികൾ.
ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായുള്ള എല്ലാ ഒരുക്കങ്ങളും കർത്തവ്യപഥിൽ പൂർത്തിയായി. വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പരേഡിന്റെ പ്രമേയം. പതിവ് പരേഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന മൃഗസേന ആദ്യമായി പരേഡിൽ അണിനിരക്കും. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 17ഉം വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള 13 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരക്കും. ഇന്ത്യ പുതുതായി രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനും പരേഡിന്റെ ഭാഗമാകും. പെഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് വിറപ്പിച്ച ഫൈറ്റർ ജെറ്റുകളുടെ അഭ്യാസ പ്രകടനം പരേഡിന് മാറ്റുകൂട്ടും. 2500 കലാകാരന്മാർ കർത്തവ്യപഥിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വതന്ത്രതാ കാ മന്ത്ര് വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര് ആത്മനിർഭർ ഭാരത് എന്നതാണ് ഇത്തവണത്തെ പരിപാടികളുടെ പ്രമേയം. ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ദിനമാണ് നാളെ. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകോത്തര നിലവാരമുള്ളതാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ രാജ്യത്തെ വ്യവസായികളോടും സ്റ്റാർട്ടപ്പുകളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. 130ാമത് മൻ കി ബാത്ത് പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ മൻ കി ബാത്തിന്റെ ആദ്യ എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ദേശീയ വോട്ടർ ദിനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പരിപാടി ആരംഭിച്ചത്. ജനാധിപത്യത്തിന്റെ ആത്മാവാണ് വോട്ടർമാരെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുള്ള രാജ്യമാണ്. വിപ്ലവകരമായ മാറ്റങ്ങളാണ് സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കുന്നത്. 10 വർഷം മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മേഖലകളിൽ ഇപ്പോൾ ഇവ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. AI, ബഹിരാകാശം, ആണവോർജം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി ഏത് മേഖലയെടുത്താലും അവിടെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പിനെ കാണാൻ സാധിക്കും. ഈ മേഖലയിലെ യുവാക്കളുടെ കഠിനാധ്വാനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ഭാരത് में आज दुनिया का तीसरा सबसे बड़ा स्टार्टअप इकोसिस्टम बन चुका है. ये स्टार्टअप्स लीग से हटके हैं. आज वे ऐसे सेक्टर्स में काम कर रहे हैं जिनके बारे में 10 साल पहले तक कल्पना भी नहीं की जा सकती थी. നമ്മൾ നിർമ്മിക്കുന്ന ഏതുൽപ്പന്നങ്ങളും ലോകോത്തര നിലവാരമുള്ളതാകണം. ഇന്ത്യൻ ഉൽപ്പന്നം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ടോപ്പ് ക്വാളിറ്റി ആണെന്ന് ലോകം തിരിച്ചറിയണമെന്നും അദ്ദേഹം വ്യവസായികളെയും സ്റ്റാർട്ടപ്പ് രംഗത്തെ ആളുകളെയും ഓർമ്മിപ്പിച്ചു. മികവായിരിക്കണം നമ്മുടെ മാനദണ്ഡം. हम सबका एक ही मंत्र हो, क्वालिटी, क्वालिटी और सिर्फ क्वालिटी. कल से आज बेहतर क्वालिटी. हम जो भी मैन्युफैक्चर कर रहे हैं उसकी क्वालिटी को बेहतर बनाने का संकल्प लें. ഭജൻ ക്ലബിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഓരോ കാലഘട്ടവും അതിൻ്റെതായ രീതിയിൽ ഭക്തിയെ കണ്ടു. ഇന്നത്തെ തലമുറയും പുതിയതും ശ്രദ്ധേയവുമായ എന്തെങ്കിലും ചെയ്യുന്നു. ഇന്നത്തെ യുവാക്കൾ അവരുടെ ജീവിതശൈലിയിൽ ഭക്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിന്ത ഒരു പുതിയ സാംസ്കാരിക പ്രവണതയ്ക്ക് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ പ്രതീക്ഷ പങ്കുവച്ച് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുമെന്ന് മോദി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറാകും ഇന്ത്യയുമായി ഒപ്പുവെക്കുകയെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് റിപ്പബ്ലിക് ദിനത്തിൽ പ്രത്യേക അതിഥികളായി എത്തുന്നത്. ചൊവ്വാഴ്ച ഇരുവരും പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും വിദേശകാര്യമന്ത്രി S ജയശങ്കറും കൂടിക്കാഴ്ച നടത്തി. US ഇന്ത്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാരം വികസിപ്പിക്കുന്നതിനും നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് ഫലപ്രദമായി ചർച്ച നടത്തിയതായി ഇരു നേതാക്കളും എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കി. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനമുണ്ടായത്. സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. കണ്ണൂരിലെ രക്തസാക്ഷി ധനരാജിന്റെ കുടുംബസഹായ ഫണ്ടുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെ ലക്ഷങ്ങൾ തിരിമറി നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് CPIM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്.
താൻ ഉന്നയിച്ച പരാതി പരിഗണിക്കാത്ത നേതൃത്വം പരാതി ഉന്നയിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉയർത്തിയ ഘട്ടത്തിൽ തന്നെ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷും MV ജയരാജനും ഉൾപ്പെടെ പ്രതിരോധവുമായി രംഗത്തെത്തി. പാർട്ടി ഘടകത്തിൽ ഉന്നയിക്കാതെ ഇത്തരം പരാതികൾ പുറത്തു പറയുന്നത് ശത്രുക്കളെ സഹായിക്കാനാണ് എന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി. എന്നാൽ EP ജയരാജനെതിരെ മുൻപുയർന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ച് നേതൃത്വത്തിനെതിരെ കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം മുന്നിലിരിക്കെ കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നടപടിയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ചേർന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. അതേസമയം നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത് അവതരിപ്പിച്ച് അംഗീകരിച്ചതിന് ശേഷമായിരിക്കും നടപടിയുടെ വിശദാംശങ്ങൾ പാർട്ടി പരസ്യമായി പ്രഖ്യാപിക്കുക. ധനരാജ് വധക്കേസിൽ MLA TI മധുസൂദനെതിരെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ധനരാജ് കൊല്ലപ്പെട്ടത് TI മധുസൂദനുമായി തെറ്റിയതിനു ശേഷമാണെന്നും പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് RSS പ്രവർത്തകർ ഉണ്ടാകുമായിരുന്നില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. MLAക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച CPIM നേതൃത്വം പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അച്ചടക്ക നടപടിക്ക് ശേഷം കുഞ്ഞികൃഷ്ണനിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും CPIMന് മുന്നിലുള്ള ആശങ്കകളാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. മുൻപ് പാർട്ടിയിൽ ഒരു വീഴ്ചയുണ്ടായാൽ ആ തെറ്റിന്റെ മെറിറ്റും ഡിമെറിറ്റും നോക്കിയാണ് നടപടിയെങ്കിൽ ഇന്ന് ആളുകളെ നോക്കിയാണ് നടപടിയെന്ന V കുഞ്ഞികൃഷ്ണൻ. സംരക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ഒരു കമ്മീഷന് വെച്ച് വെള്ളപൂശുമെന്നും തെറ്റുന്നയിച്ചയാളെ ക്രൂശിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഇങ്ങനെ പോകുന്നത് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അപകടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പാർട്ടി കമ്മിറ്റിയിൽ ഇതിനു മുമ്പ് ഇല്ലാത്ത ഒരു കാര്യം EP ജയരാജന്റെയും ഈ ഭൂമി ഇടപാടും ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാവദേക്കർ കേരളത്തിൽ വന്ന് EP ജയരാജനെ കണ്ടത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ജയരാജന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളും ആകെ വന്നിട്ടുള്ള വാർത്തയാണ്. ശശി തരൂരിനെ ഒപ്പം നിർത്താൻ CPM. ദുബായിലെ ചർച്ചകൾ നിർണായകമാണ്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയുടെ ഇടനിലയിലാണ് ചർച്ചകളെല്ലാം നടക്കുന്നത്. മഹാപഞ്ചായത്തിലെ അവഗണനയിൽ തരൂർ അങ്ങേയറ്റം അതൃപ്തിയിലാണ്. കോൺഗ്രസുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു രാഷ്ട്രീയ വിസ്മയമായി മാറാനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് സൂചന. തരൂരിനെ ചേർത്ത് നിർത്താൻ CPM നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചർച്ചകൾ നടക്കുന്നത് ദുബായ് കേന്ദ്രീകരിച്ചാണ്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ദുബായിലെ വ്യവസായ പ്രമുഖനാണ് തരൂരുമായുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് വാർത്തകൾ തരൂർ ക്യാമ്പ് തള്ളുന്നില്ല. കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ച ഇപ്പോൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇനി തുടരുമോ എന്ന ചോദ്യം തരൂരുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രശംസിച്ചും കേന്ദ്ര സർക്കാരിന്റെ വേദികളിൽ പങ്കെടുത്തും തരൂർ നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയാണ്. കൊച്ചിയിൽ മഹാപഞ്ചായത്തിലെ വേദിയിൽ കോൺഗ്രസിൽ നിന്നും അവഗണന ഉണ്ടായി എന്നാണ് തരൂർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ തരൂരിന്റെ അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും അറിയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദുബായിൽ നടക്കുന്ന ചർച്ച നിർണായകമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും ശശി തരൂർ CPM ചർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിട്ടില്ല. അറിയാത്ത വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. വാർത്ത കണ്ടിട്ട് നമ്മൾ ഓരോ വാർത്തയോടും നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമ്മൾ അന്വേഷിച്ച് അല്ലെ നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഒരു വാർത്ത കണ്ടിട്ട് പ്രതികരിക്കുന്നത് ശരിയാണോ? കേട്ടോ, ശരിയല്ല. മഹാപഞ്ചായത്തിലേറ്റ അവഗണനയിൽ കടുത്ത അതൃപ്തിയിലുള്ള ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ നീക്കം. രാഹുൽ ഗാന്ധി തന്നെ തരൂരുമായി സംസാരിച്ചേക്കും. തരൂരിനെ പിണക്കി നിർത്തുന്നത് ശരിയല്ലെന്ന സന്ദേശം നേതാക്കൾ രാഹുലിന് നൽകിയെന്നാണ് സൂചന. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തന്നെ പിണക്കം തീർക്കാനാണ് ശ്രമം. രാഹുൽ തന്നെ സംസാരിക്കണമെന്ന നിർദ്ദേശം മറ്റ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് യോഗത്തിൽ തരൂർ പങ്കെടുത്തിരുന്നുവെങ്കിൽ രാഹുൽ സംസാരിക്കുമായിരുന്നുവെന്ന് AICC നേതാക്കൾ വ്യക്തമാക്കുന്നു. അതിനിടെ NSSനെ അനുനയിപ്പിക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമായി BJP നേതാവ് P ശ്രീധരൻപിള്ള G സുകുമാരൻ നായരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന സുകുമാരൻ നായരും ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ലെന്ന് PS ശ്രീധരൻപിള്ളയും പറഞ്ഞു.
ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാരും BJPയും ഒന്നും ചെയ്തില്ല എന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് NSSുമായി വലിയ അടുപ്പം സൂക്ഷിക്കുന്ന മുതിർന്ന BJP നേതാവ് PS ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്തെത്തിയത്. സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടു. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും ശ്രീധരൻപിള്ളയുമായി രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദമാണുള്ളതെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഇന്നലകളിൽ ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയിട്ടുള്ളവരാണ്. BJP ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യണ്ട. അതേസമയം കൂടിക്കാഴ്ചയിൽ BJPക്കെതിരായ NSSന്റെ വിമർശനങ്ങൾ ചർച്ചയായെന്നും ഇപ്പോൾ അത് പുറത്തു പറയാൻ സാധിക്കില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എൽക്കാലം തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. പിന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. NSS SNDP ഐക്യത്തിനായുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ശ്രീധരൻപിള്ളയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ NSSൽ നിന്നും തുടർച്ചയായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് BJP നേതൃത്വം വിലയിരുത്തുന്നു. അമൃത ന്യൂസ്, കോട്ടയം. വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ ലഭിക്കാതെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ്. കൊല്ലങ്കോണം സ്വദേശി ബിസ്മീറാണ് മരിച്ചത്. സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ചികിത്സയിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. തിങ്കളാഴ്ച പുലർച്ചെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മിർ ഭാര്യയോടൊപ്പം വിളപ്പിൽശാലയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ആശുപത്രിയുടെ ഗ്രില്ല് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് 10 മിനിറ്റിലധികം ആശുപത്രി വരാന്തയിൽ ബിസ്മിറും ഭാര്യയും കാത്തുനിൽക്കേണ്ടി വന്നു. നിരവധി തവണ വിളിച്ചതിനും കോളിംഗ് ബെൽ അടിച്ചതിനും ശേഷമാണ് ഡോക്ടർമാർ പുറത്തേക്ക് വന്നത്. എന്നിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ലെന്നാണ് ബിസ്മിറിന്റെ കുടുംബം ആരോപിക്കുന്നത്. നിലവിളിച്ചു കരഞ്ഞിട്ടും ആശുപത്രി അധികൃതർ സഹായിച്ചില്ലെന്ന് ബിസ്മിറിന്റെ ഭാര്യ ജാസ്മിൻ പറയുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബിസ്മിർ മരണത്തിന് കീഴടങ്ങി. ശ്വാസതടസ്സം കൊണ്ട് ബുദ്ധിമുട്ടിയ ബിസ്മിറിന് ഓക്സിജൻ, CPR, നെബുലൈസേഷൻ എന്നിവ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നാൽ ചികിത്സയിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വിശദീകരണം. ബിസ്മിർ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഭാര്യ ജാസ്മിൻ സഹായത്തിനായി പരിഭ്രാന്തയാകുന്നതും വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇതോടെയാണ് വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടുന്നത്. ആശുപത്രിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയോട് ചേർത്ത് തന്നെ വായിക്കട്ടെ. ശമ്പള വർധനവ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ശക്തമാക്കാനൊരുങ്ങി സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 2 തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് OPയും ബഹിഷ്കരിക്കും. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് കടുത്ത സമരവുമായി മുന്നോട്ട് പോകുന്നത്. വ്യാഴാഴ്ച മുതൽ ഡോക്ടർമാർ അനിശ്ചിതകാലത്തേക്ക് സമരം തുടങ്ങുന്നതോടെ അടിയന്തര ചികിത്സ ഒഴികെയുള്ളവ മുടങ്ങും. മെഡിക്കൽ കോളേജിലെ അധ്യാപനവും തുടർന്ന് അടിയന്തരമല്ലാത്ത ചികിത്സകളും നിർത്തിവെക്കാനാണ് സംഘടനയുടെ തീരുമാനം. ജനുവരി 27-ന് സെക്രട്ടേറിയറ്റ് ധർണയും നടത്തും. അവശ്യ ആരോഗ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള DA കുടിശ്ശികകൾ നൽകുക, താൽക്കാലിക കൂട്ട സ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 2025 ജൂലൈ 1 മുതൽ KGM-CTA പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ്. ജനുവരി 13 മുതൽ അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ജനുവരി 12-ാം തീയതി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും ധനമന്ത്രി KN ബാലഗോപാലിന്റെയും നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു. പ്രവേശന തസ്തികയിലുണ്ടായ ശമ്പളക്കുറവ് പരിഹരിക്കാമെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നത് പരിഗണിക്കാമെന്നും യോഗത്തിൽ തീരുമാനമായതോടെ അന്ന് സമരം പിൻവലിച്ചിരുന്നു. സർക്കാരിന്റെ ഉറപ്പ് പൂർണ്ണമായും നടപ്പിലാകാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിവേഗ റെയിൽപാതയെ പിന്തുണച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ. മെട്രോമാൻ E. ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി സംസ്ഥാനത്തിന് ഗുണകരമാകുമെന്ന നിലപാടിലാണ് CPM-ഉം കോൺഗ്രസും. കേരളത്തിൽ അതിവേഗ റെയിൽവേ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്രം E. ശ്രീധരന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് അതിവേഗ റെയിലിന് പച്ചക്കൊടിയുമായി CPM-ഉം കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നത്.
കേരളത്തിന് അതിവേഗ റെയിൽവേ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പുതിയ പദ്ധതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു. സിൽവർ ലൈനിനെ എതിർത്തത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്നതിനാലാണ്. സിൽവർ ലൈൻ തട്ടിക്കോട്ട് പദ്ധതിയാണെന്ന് പഠനത്തിലൂടെ മനസ്സിലാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ളൊരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടാന്നല്ല. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്താ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടൊന്ന് ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രധാനപ്പെട്ട ഘടകമായതിനു ശേഷം കേരളത്തിൽ അത്തരം പദ്ധതികൾ വരുമ്പോൾ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി വേണം. കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന അതിവേഗ റെയിൽ പദ്ധതി വരുന്നതിൽ എതിർപ്പില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിലപാട് വ്യക്തമാക്കി. നമുക്ക് കേരളത്തിന്റെ വളർച്ചയ്ക്ക് വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള ഗതാഗത സൗകര്യം വേണം. നാഷണൽ ഹൈവേ അങ്ങനെയാണല്ലോ വന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ UDF. കേരളയിൽ പറഞ്ഞപ്പോൾ കേരളത്തിനെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം തരാൻ കൂട്ടാക്കിയിട്ടില്ല. അതിന്റെ മറ്റ് വിവിധ വഴികൾ, ഒരു വഴി മാത്രമൊന്നുമല്ല, നിരവധി വഴികളുണ്ട്. ആ വഴികളൊക്കെ തേടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. സർക്കാർ നേരത്തെ തന്നെ അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു ആശയം പ്രഖ്യാപിച്ചിരുന്നുവെന്ന് മന്ത്രി K. രാജൻ പ്രതികരിച്ചു. കേരളത്തിന് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഒരു പാത വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. ഈ ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ ആശയത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടായി. സിൽവർ ലൈനുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിവേഗത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം കേരളത്തിലെ ഗവൺമെൻറ്റിനില്ല. ഞങ്ങളും ചില ആശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ചില പുതിയ ആശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആശയങ്ങളെല്ലാം കൂടി വരട്ടെ. ഈ അതിവേഗത്തിലെത്തണം എന്ന കേരള ജനതയുടെ സ്വപ്നം ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതങ്ങളും ഏറ്റവും കുറഞ്ഞ പ്രയാസങ്ങളും ഉള്ള വിധത്തിൽ നടപ്പിലാക്കും. കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി MM മണി. രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണം. പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്തു ചെയ്യണമെന്നറിയാം. രാജേന്ദ്രൻ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. രാജേന്ദ്രനും ഭാര്യയ്ക്കും ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിച്ച് കഴിക്കാം. രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും. ജനിച്ചപ്പോൾ മുതൽ MLA ആക്കി ചുമക്കാനുള്ള ബാധ്യത പാർട്ടിക്കില്ല. പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ MM മണിയാണെങ്കിലും തല്ലിക്കൊല്ലണമെന്നും മൂന്നാറിൽ നടത്തിയ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ശ്രമിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചെയ്താൽ അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതല്ല. RSS ചെയ്തുവോ BJP ചെയ്തുവോ ഏത് മൂന്നായി പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കോപ്പുമില്ല. ഞങ്ങളെല്ലാം നേരിടും. ഇത് ഞങ്ങൾ പറഞ്ഞ വാക്കാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ജീവിതകാലം മുഴുവൻ പെണ്ണുപിള്ളക്ക് രാജേന്ദ്രന് പെൻഷൻ മേടിച്ച് തിന്നാൻ തിന്നാവല്ലോ. രാജേന്ദ്രന് തവുപ്പനുണ്ടാക്കിയ വകയാണോ? അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നൽകിയതല്ലേ. രാജേന്ദ്രൻ കത്തുപോയെന്ന രാജേന്ദ്രന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടിയതല്ലേ. ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം മേടിച്ച് ഞങ്ങളും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇതെല്ലാം ക്ഷമിക്കുക, സഹിക്കുക. നിങ്ങൾ ഗുവാഹത്തി T20യിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റിന്റെ മിന്നും ജയം. 154 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 10 ഓവറിൽ മറികടന്നു. 14 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി തികച്ച അഭിഷേക് ശർമ്മ യുവരാജ് സിംഗിന്റെ റെക്കോർഡിനൊപ്പമെത്തി. അഭിഷേക് 68 റൺസ് നേടി പുറത്താകാതെ നിന്നു. സൂര്യകുമാർ യാദവും അർദ്ധ സെഞ്ചുറി നേടി. സഞ്ജു സാംസൺ ആദ്യ പന്തിൽ പുറത്തായി. ആദ്യ 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഇതോടെ പരമ്പര സ്വന്തമാക്കി. കുട്ടനാട്ടിൽ പുഞ്ചകൃഷി പുരോഗമിക്കുന്നതിനിടെ യൂറിയ ക്ഷാമം കടുത്തത് കർഷകർക്ക് വലിയ തിരിച്ചടിയാകുന്നു. ചിലയിടത്ത് യൂറിയ ഉണ്ടെങ്കിലും യൂറിയയ്ക്കൊപ്പം തങ്ങളുടെ മറ്റുൽപ്പന്നങ്ങളും വാങ്ങണമെന്ന വളക്കമ്പനികളുടെയും സഹകരണ സംഘങ്ങളുടെയും പിടിവാശിയാണ് കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്.
യൂറിയ ആവശ്യപ്പെട്ടെത്തുന്നവർക്ക് മറ്റു വളങ്ങൾ കൂടി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുകയാണ് വളക്കമ്പനികൾ. സഹകരണ സംഘങ്ങൾക്കും രാസവള വിൽപ്പന കേന്ദ്രങ്ങൾക്കും കമ്പനികൾ യൂറിയ വിതരണം ചെയ്യുന്നതും ഇതേ രീതിയിലാണ്. 5 ടൺ യൂറിയ ആവശ്യമാണെങ്കിൽ 4 ടൺ യൂറിയയും 1 ടൺ രാസവളവുമാണ് എത്തിക്കുക. യൂറിയ മാത്രമായി വിറ്റാൽ വളം കെട്ടിക്കിടക്കുമെന്നും സംഘങ്ങൾക്കും രാസവള വ്യാപാരികൾക്കും നഷ്ടമുണ്ടാകുമെന്നുമാണ് ഇക്കൂട്ടരുടെ വിശദീകരണം. ചില ഡീലർമാരുടെ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നിർദ്ദേശിക്കുന്ന ചില പോഷക മൂല്യങ്ങളുള്ളതെന്ന് പറയുന്ന പുതിയ കമ്പനികളുടെ ചില മൈക്രോ ഫുഡ് പോലെയുള്ള സാധനങ്ങൾ 900, 1000, 1200 രൂപ വിലയുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ചാക്ക് യൂറിയ വാങ്ങണമെങ്കിൽ 1 പാക്കറ്റ് അതുകൂടി വാങ്ങണം എന്നുള്ള ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഇപ്പം പല കർഷകർക്കും യൂറിയ ലഭ്യമാക്കുന്നത്. ഏതാണ്ട് 90% സബ്സിഡി കൊടുത്ത് ഇറക്കിക്കൊണ്ടുവരുന്ന യൂറിയ കേരളത്തിൽ വന്നതിന് ശേഷം ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. 45 കിലോഗ്രാം ചാക്കിന് 310 രൂപ മാത്രം വിലയുള്ള യൂറിയ കിട്ടണമെങ്കിൽ 1000 മുതൽ 1200 രൂപ വില വരുന്ന പോളിഹേലിയേറ്റ്, മൾട്ടിന്യൂട്രിയൻ തുടങ്ങിയ പുതുതലമുറ വളങ്ങൾ കൂടി വാങ്ങണം. അല്ലെങ്കിൽ വിൽപ്പനക്കുറവുള്ള മറ്റ് ചില കൂട്ടുവളങ്ങളും ജൈവവളങ്ങളും വാങ്ങണമെന്നതാണ് വളക്കമ്പനികളുടെ ആവശ്യം. യൂറിയയുടെ 2 ഇരട്ടി വില വരുന്ന വളങ്ങൾ കൂടി വാങ്ങിയാലേ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ യൂറിയ നൽകൂ. നെൽച്ചെടി മുളച്ചാൽ 15-ാം പക്കം മുതൽ നെല്ല് കുടമാകുന്നതിന് മുന്നോടിയായി 55-ാം പക്കം വരെ 3 ഘട്ടങ്ങളിലാണ് വളപ്രയോഗം. ഇതിൽ ചെടികളുടെ വളർച്ചയ്ക്കും പോഷണത്തിനും പ്രധാന ഘടകമാണ് യൂറിയ. ഒരേക്കറിന് 3 ഘട്ടങ്ങളിലായി 60 മുതൽ 65 കിലോ വരെ യൂറിയ ആവശ്യമായി വരും. യൂറിയാക്ഷാമം നെൽച്ചെടിയുടെ വളർച്ചയെയും വിളവിനെയും ബാധിക്കും. ജനുവരി 15-നകം 3-ാം വളം ഇടേണ്ടതാണ്. ഈ ഘട്ടത്തിലാണ് യൂറിയയുടെ ക്ഷാമവും വളക്കമ്പനികളുടെ പിടിവാശിയും കർഷകർക്ക് തീരാ ദുരിതം സമ്മാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ വീണ്ടും ലോക് ഭവന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഗവർണറുടെ പ്രസംഗത്തിൻ്റെയും ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ലോക് ഭവൻ സ്പീക്കർക്ക് കത്ത് നൽകി. നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. ഗവർണർ ചില ഭാഗങ്ങൾ വായിക്കാതെ വിട്ടതിനെ മുഖ്യമന്ത്രി സഭയിൽ വിമർശിച്ചിരുന്നു. ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ മുഖ്യമന്ത്രി വായിക്കുകയും ചെയ്തിരുന്നു. കുംഭമേളയ്ക്ക് സമാനമായ മാഘ മഹോത്സവത്തിന് ഭാരതപ്പുഴയുടെ തവനൂർ കരയിലും തുടക്കമായി. തവനൂരിലെ യജ്ഞവേദിയിൽ ധർമ്മധ്വജം ഉയർത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. നിളാസ്നാനത്തിനും ആരതിക്കും ഇരുകരകളിലും 10,000-ങ്ങളാണ് ഒത്തുകൂടിയത്. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കഴിഞ്ഞ 19-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ പതാക ഉയർത്തി മഹാമാഘ ഉത്സവത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇപ്പോൾ ഭാരതപ്പുഴയുടെ തെക്കേക്കരയിലും ഉത്സവത്തിന് കൊടിയേറിയതോടെ തിരുനാവായയും തവനൂരും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ശങ്കരപീഠത്തിൽ നിന്നും ആരംഭിച്ച രഥയാത്ര തവനൂരിലെത്തി. തിരുനാവായ കരയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ തോണിയിൽ വിഗ്രഹങ്ങൾ തവനൂരിലെ യജ്ഞഭൂമിയിലെത്തിച്ചു. മാതാ അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ ചടങ്ങുകൾ. തെയ്യം, തിറ, കാവടി തുടങ്ങിയവയുടെ അകമ്പടി പരിപാടിക്ക് മാറ്റുകൂട്ടി. ചാവിനി പ്രവേശ ചടങ്ങുകൾക്ക് ശേഷം ഉത്സവത്തിന് തുടക്കം കുറിച്ച് ധ്വജാരോഹണം നടന്നു. തുടർന്ന് മഹാദേവഘാട്ടിലും ബ്രഹ്മഘാട്ടിലും ഋഷികേശിലെ സ്വാമി നാരായണാശ്രമത്തിൽ നിന്നും വന്ന പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ നിള ആരതി നടന്നു. शरण पड़े जो तेरी सोनर कर जाता. തുടർന്ന് നടന്ന കലാപരിപാടികൾ മലപ്പുറം ജില്ലാ ജഡ്ജി കെ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അമൃത ന്യൂസ്, മലപ്പുറം. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഹിന്ദു കുടുംബ സമീക്ഷ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായിട്ടാണ് ആഘോഷം. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി സമാജത്തിന് മാർഗദർശനം നൽകി. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ചടങ്ങിൽ പങ്കെടുത്തു. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഹിന്ദു കുടുംബ സമീക്ഷ സംഘടിപ്പിച്ചു.
ഈ മാസം 4 മുതൽ കേരളത്തിലുടനീളം കുടുംബസമീക്ഷ സംഘടിപ്പിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തിൽ ഹിന്ദു കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ സമാജത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും അതിനുള്ള പരിഹാരങ്ങളെ നിർദ്ദേശിച്ചുകൊണ്ടും സ്നേഹം, ഐക്യം, ശക്തി, ശാന്തി എന്നീ ചതുർവിധ പദ്ധതികളിലൂടെ ഹിന്ദു കുടുംബങ്ങളെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ മാതൃകാ കുടുംബങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് കുടുംബസമീക്ഷകൾ സംഘടിപ്പിച്ചത്. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശ്രീശക്തി ശാന്താനന്ദ മഹർഷി സമാജത്തിന് മാർഗദർശനം നൽകി. അതൊരു കുടുംബത്തിലായാലും ശരി, ഒരു സംസ്ഥാനത്തിലായാലും ശരി, ഒരു രാഷ്ട്രത്തിലായാലും ശരി, ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ശാന്തി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഭാരതത്തിൻ്റെ ശക്തിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ശക്തിയുള്ളവനെ ആരും കയറി തട്ടില്ല, മുട്ടില്ല. ഇന്ന് ഭാരതത്തിനൊന്ന് തൊടാൻ, ഒന്ന് ചൊറിയാൻ അല്പമൊക്കെ പ്രയാസമുണ്ട്. അമേരിക്കയ്ക്ക് പോലും കഴിയില്ല എന്നുള്ളൊരവസ്ഥ വന്നത് ശക്തിയുള്ളത് കൊണ്ടാണ്. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി കുടുംബസമീക്ഷയ്ക്ക് ആശംസകൾ നേർന്നു. ഈ നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് ഒന്നിച്ചു കൂടാൻ ഒരു വേദിയില്ല എന്നുള്ളതാണ്. പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഒന്നിച്ചു കൂടണം. മുസ്ലിം പള്ളിയിൽ എല്ലാ ദിവസവും 5 നേരം കൂടണം. പക്ഷേ കുറഞ്ഞ വർഷം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഒരു നേരമെങ്കിലും അവരെല്ലാവരും ഒന്നിച്ച് പള്ളിയിൽ കൂടാറുണ്ട്. സ്ത്രീകൾക്ക് അത്ര സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും. അതേസമയം ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകുന്നത് അവരുടെ സൗകര്യത്തിന്, അവരുടെ സമയത്തിന്, ഏതെങ്കിലും ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലുമൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഒന്നിച്ചുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം കുറവാണ്. പക്ഷെ ഒന്നിച്ചുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് സംഘത്തിൻ്റെ വളർച്ച നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് സാധിച്ചത് എല്ലാ ദിവസമുള്ള ബൈഠക്ക് കൊണ്ടാണ്. എല്ലാ ദിവസവും അവർക്ക് ഒന്നിച്ചുകൂടാൻ ആണ് അവിടെ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. കാസർഗോഡ് മുതൽ ആരംഭിച്ച കുടുംബ സമീക്ഷയാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം ചങ്ങനാശ്ശേരി മാതാ അമൃതാനന്ദമയി മഠം ആശ്രമ മന്ദിരത്തിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. രാവിലെ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണ ദീപം തെളിയിച്ചു. കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് ആയുർവേദ ഔഷധ കിറ്റ് വിതരണം സിനിമാ, സീരിയൽ, കോമഡി താരവും പോലീസ് ഉദ്യോഗസ്ഥനുമായ സാബു നാരായൺ നിർവഹിച്ചു. തുടർന്ന് നടന്ന മഹാസർവേശ്വരി പൂജയ്ക്ക് സ്വാമി വിവേകാമൃതാനന്ദപുരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സത്സംഗം, മാനസപൂജ, ഭജന, മഹാസുഹൃത ഹോമം, പ്രസാദ വിതരണം, ഭക്തിഗാനസുധ തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു.